ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അല്ലാതെയുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഡിസ്കഷനിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത്. ഇനിയും പോകെ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് അത് മാറ്റണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് തന്നെ വിളിക്കുക എന്നുള്ളതിലേക്ക് ഇപ്പം ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് ദാറ്റ് ഫ്രം നൗ ഓൺ, സെയിങ് ദാറ്റ് സെക്ഷൽ ഹാരസ്മെന്റ് ആണ്. സെക്ഷൽ ഫേവേഴ്സ്, ഒരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് തന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് പറയുന്നത് ഹാരസ്മെന്റ് ആണ്, അസോൾട്ട് ആണ്, അബ്യൂസ് ആണ്. അതിനെ അങ്ങനെ തന്നെ വിളിക്കണം. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യമാണ്. ഇതിനെ കുറച്ചൊന്ന് മയപ്പെടുത്തുന്ന ഒരു വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത്. അപ്പൊ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ എംബോൾഡൻഡ് ആവുകയാണ് സർ നമ്മള്. കാര്യം തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ അതിനിടയിൽ ചോദിച്ചോട്ടെ പാർവതി. അത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞു, പക്ഷെ അത് കുറഞ്ഞു പോയത് കൊണ്ടാണോ, കുറച്ചുകൂടി മയപ്പെട്ടു പോയത് കൊണ്ടാണോ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നത്, അല്ല അത് കടുത്തു പോയത് കൊണ്ടാണോ? അല്ല, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് മയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മയപ്പെടുത്താണ്. അല്ല, ഹേമ കമ്മിറ്റി ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവണതയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വന്നൊരു സംഭവം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഭാഷകൾ മാധ്യമങ്ങളിലും നമ്മൾ അല്ലാതെയും ഡിസ്കസ് ചെയ്യുമ്പോഴും ജീവിതത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഭാഷകളുണ്ട്. അതൊക്കെ നമ്മുടെ റേപ്പ് കൾച്ചറിനെയും സെക്ഷൽ ഹാരാസ്മെന്റിനെ ഓക്കെ ആക്കുന്ന, ഇമ്പ്യൂണിറ്റി കൊടുക്കുന്ന കൾച്ചറിനെയും നോർമലൈസ് ചെയ്യുന്ന വാക്കുകളുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഞാനൊരു നടി എന്ന നിലയിൽ മാത്രമല്ല, താങ്കളൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, നമ്മളെല്ലാവരും ഏത് സ്പേസിൽ നിൽക്കുമ്പോഴും ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇത്തരം ചെറിയ ചെറിയ എഫേർട്സ്, ഈ ചെറിയ എഫേർട്സ് വലിയ എഫേർട്സ് ആണ്. അതിൽ നിന്ന് നമ്മളുടെ ഒരു കളക്റ്റീവ് ചേഞ്ച് വരുമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് സർ. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദി റീസൺസ് ഐ തോട്ട് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ക്രിയേറ്റ്. ഇപ്പോൾ ICC ചില സെറ്റുകളിലൊക്കെ നടപ്പിലാണ്, മറ്റിടത്ത് ചില സ്ഥലങ്ങളിൽ അതില്ല. എന്തായാലും അതും ഒരു കളക്റ്റീവിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി സമ്പാദിക്കാൻ കഴിഞ്ഞ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷേ ICC മാത്രം പോരാ, ICCയെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇവർക്ക് കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഒരു ട്രിബ്യൂണൽ പോലൊരു ബോഡി ഉണ്ടാവുക, അതാണ് കുറെ കൂടി സ്വീകാര്യമായത് എന്ന നിലയിലാണ് ഹേമ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ നിർദ്ദേശത്തോടെ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? സി വാട്ട് വി തിങ്ക് ഇസ്, ഒരു ട്രിബ്യൂണൽ എന്ന് പറയുമ്പോഴും നേരത്തെ കോൺക്ലേവിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കൂടുതൽ ഇൻഫർമേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് എന്താണ് ട്രിബ്യൂണലിൽ ഒരു ICയിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നത്. പോഷ് ലോസ് പ്രകാരം IC എന്നുള്ളൊരു ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസറിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഇൻ പ്ലേസ് ആയിട്ടുള്ളത്. ഒരു ICയിൽ വരുന്ന ആൾക്കാരിൽ ഈ 3 പേര് അതിനെ IC ഹെഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് നോക്കുമ്പോഴും ഏറ്റവും സേഫസ്റ്റ് രീതിയിൽ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓൾറെഡി ഇൻ പ്ലേസ്, ലീഗലി ഓൾറെഡി ഇൻ പ്ലേസ് ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ് ഉള്ളത്. അത് പോരാ, അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ട്രിബ്യൂണൽ അതിനും കരുത്തുറ്റ ഒരു ഫോർമേഷൻ, ഒരു റിഡ്രസൽ സെല്ലായി മാറട്ടെ എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പോഴും അതെല്ലാം ഒരു ഫൈൻ, അതിന്റെ ഫൈൻ ലൈൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. വി ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി ഏത് രീതിയിലാണ് കരുത്താക്കുന്നത്. ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ ഒബ്വിയസ്ലി നമ്മൾ അതിനെ കാണുന്നത് ഒരുപാട് ഹോപ്പോടെയാണ്. പക്ഷേ ഇനി നമുക്ക് വേണ്ടത് ആക്ച്വൽ ആക്ഷൻസ് ആണ് സർ. വി ഡോണ്ട് നീഡ് എനി മോർ ഓഫ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും വേണേ ചെയ്യാം, അങ്ങനെയും വേണേ ചെയ്യാം. വി ഡോണ്ട് ഹാവ് ദ ടൈം. വി ഹാവ് ലോസ്റ്റ് lives, we have lost people, we have lost artists.